ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. ജി എസ് വ്ളോഗ് പാറശാല വീഡിയോയിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റബിൻ മോന് ഓക്കെ ആയി വരുന്നു, കുഴപ്പമൊന്നുമില്ല. അവൻ എണീറ്റിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ചെറിയ ഷോർട്സ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അവൻ്റെ വീഡിയോസൊക്കെ കാണുക. ഓക്കെ, കുറച്ച് ദിവസം കൂടെ അവർ പറഞ്ഞ അത്രയും ദിവസം കൂടെ പുറത്തിറക്കാൻ പറ്റാത്ത രീതിക്കാണ് നമ്മൾ വീടിനകത്ത് തന്നെ ഇരുത്തുകയാണ്. അപ്പോൾ 6-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറക്കാൻ പറയുന്നെങ്കിൽ ഡോക്ടർ നമുക്ക് പുറത്തിറക്കാം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ രേണുസുധീരെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കാണാനിടയായി. വളരെ സങ്കടകരമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഷോർട്സിലിട്ടിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് കാണുക, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ അവർ സങ്കടത്തോടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷേ അതിൽ ഒരു ചെറിയൊരു ഭാഗം ഞാനത് ഇവിടെ കൊടുക്കാം, നിങ്ങൾ കാണുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. തലയൊന്നും നേരെ നിൽക്കുന്നില്ല. എങ്കിൽ പോലും എൻ്റെ ഹെയർ കട്ട് എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഉറക്കമില്ല, ചില സമയം ഓർമ്മ കിട്ടത്തില്ല, മുഴുവൻ കയ്പാണ്. എൻ്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി, പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലേയും തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്ത് ഞാനന്ന് പറഞ്ഞില്ലേ. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ബ്ലഡ് കൗണ്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുക എല്ലാവരും. ഓർമ്മ പോകുന്നുണ്ട് എനിക്ക്, അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ്. ഞാൻ ഇപ്പോഴും ആശുപത്രിയിൽ പോയിട്ട് വന്ന് പറയാം, സായി എല്ലാവരും പറയുന്നു വേറെ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വിലയെന്ന്. വീണ്ടും ഇങ്ങനെ രേണുവിനെ കുറ്റം പറയുവാണല്ലോ മോനെ. ഞാൻ എന്നാ പറയാനാ. എൻ്റെ മാനേജർ കരീഷ്മ ഇപ്പം നല്ല കുറേ പ്രോജക്റ്റുകൾ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവൾ എൻ്റെ ഒപ്പം ഉണ്ട്. ഒരുപാട് നല്ല ജനങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ട്. ഇതാ ഈ കൈ കണ്ടോ, ഇതാണ് തൊലി പോകുന്ന ദേഹമല്ല. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹം ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയാകാൻ, ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുവിശേഷകയായിട്ട് പോകാനാണ് ആഗ്രഹം. ഇവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ, ഈ രോഗമുക്തി നേടിക്കഴിഞ്ഞാൽ എൻ്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിൻ്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഇപ്പം തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. സങ്കടം തോന്നി കേട്ടോ എനിക്ക്. സത്യം പറഞ്ഞാൽ നല്ലപോലെ സങ്കടം തോന്നി ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, തെറ്റുകൾ കണ്ടാൽ ഞാൻ വിമർശിക്കുന്നുണ്ട്, സത്യം തന്നെയാണ്. അപ്പോൾ പറയാനെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള, നല്ലപോലെ പ്രാർത്ഥിക്കുക. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ നമ്മുടെ ലോകത്തില്ല. അപ്പോൾ നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുക. വിമർശിക്കുന്നവരോടും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ രേണുസുധി എന്ത് പറയുന്നു, എന്താണ് പറയാൻ പാടില്ല എന്നൊന്നും രേണുസുധി ആലോചിക്കാതെയാണ് മറുപടി പറയുന്നത്. അപ്പോൾ അതാണ് എനിക്ക് അവരെ ചില വീഡിയോസിൽ പറയുമ്പോൾ ഞാൻ അതെടുത്ത് വെച്ച് പറയാം. കഴിഞ്ഞ ദിവസം തന്നെ കിച്ചുവിനെ കുറിച്ച് മീഡിയക്കാർക്ക് ഇട്ട് കൊടുത്തിട്ടാണ് അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. അതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഈ വീഡിയോസിലും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ അവൾ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല തന്നെയാണ്.
എന്നാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ കീമോ എടുത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അത് എൻ്റെ മോൻ അനുഭവിച്ച എൻ്റെ കാര്യങ്ങൾ എനിക്ക് നല്ലപോലെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. രേണുസുതിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പം ഇല്ല. പക്ഷേ കീമോ എടുത്തതിൻ്റെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ അത്രയും. ഇപ്പോൾ കീമോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലോട്ട് ഞരമ്പ് വഴി കൊടുക്കുന്നതാണ്. രേണുസുതി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞരമ്പിൽ കൂടിയാണ് എൻ്റെ മോന് കീമോ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ഹെൽത്ത് അനുസരിച്ചാണ് അവന് ഈ ഒരു മരുന്ന് കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് രേണുസുതിയുടെ വെയിറ്റൊക്കെ നോക്കി തന്നെയായിരിക്കും ഈ കീമോ രേണുസുതിക്ക് കൊടുത്തിട്ടുണ്ടാവുക. അത് 100% ഉറപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രേണുസുതിക്ക് ശരീരത്തിലുള്ള ഈ ഒരു സെല്ലും ചുരുങ്ങിയാണ് ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല. നശിക്കാനുള്ള മരുന്നല്ല കീമോ എന്ന് പറയുന്നത്, ചുരുങ്ങാനുള്ള മരുന്നാണ് കീമോ. അപ്പോൾ അത് ചുരുങ്ങിയും പിന്നെ നല്ല സെല്ലുകൾ മനസ്സിലാവുന്നുണ്ടോ, നമ്മുടെ ശരീരത്തിലുള്ള നല്ലതും കെട്ടതുമായിട്ടുള്ള സെല്ലുകൾ നശിക്കുകയാണ്. കീമോ ക്യാൻസർ സെല്ല് നശിക്കുന്നില്ല, ചുരുങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് നശിച്ചു പോകുമെന്നാണ്. ഒരിക്കലും അല്ല, ചുരുങ്ങിയാണ് ചെയ്യുന്നതെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല. കീമോ സെല്ലിനെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് പഠിച്ചിട്ടുമില്ല. എൻ്റെ കൂടെ മോൻ്റെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ആ ഒരു കീമോ നമ്മുടെ ശരീരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക്, അതായത് എൻ്റെ മോന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6:30 ഇത് സ്റ്റാർട്ട് ചെയ്താൽ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇഞ്ചക്ഷനും കൂടെ ഉണ്ട് കേട്ടോ. 4 മണിക്കൂർ ഇടവിട്ട് ഒരു ഇഞ്ചക്ഷനുണ്ട്. അപ്പോൾ അതനുസരിച്ച് മെസ്ന എന്നാണ് പറയുന്നത്. അവർക്കൊക്കെ എന്തിനാണെന്നൊന്നും നമുക്കറിയില്ല. മെസ്ന എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് 3 ഇഞ്ചക്ഷൻ ഉണ്ട്. ഓൾറെഡി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ, ഇടയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ, അത് കഴിഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ, അങ്ങനെ 3 മെസ്ന ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ലാസ്റ്റ് കീമോ തീർന്നിട്ടും ഇത് 4 മണിക്കൂർ കഴിഞ്ഞ് എടുക്കണം. അപ്പോൾ രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് അതേ സമയമാവും കേട്ടോ നമ്മൾ ഇറങ്ങാനും അവിടെ നിന്ന്. രേണുസുതിയെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വളരെ സ്ലോ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ ഒരു കീമോ വളരെ വളരെ സ്ലോ ആയിട്ടാണ്. കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റായിട്ട് പറയാത്ത. എൻ്റെ മോൻ അനുഭവിച്ച കാര്യങ്ങളും പിന്നെ നമ്മൾ ശുശ്രൂഷിച്ചതിൽ ഞാനാണ് ഫുള്ളായിട്ട് കീമോ സെൻറ്ററിലേക്ക് ഇരിക്കുന്നതും വാർഡിലിരിക്കുന്നതൊക്കെ. അഡ്മിറ്റ് ആയിരുന്ന സമയത്തായാലും ഇടയ്ക്ക് ചേട്ടനും ഞാനുമായിട്ട് മാറി മാറി ഇരിക്കാറുണ്ട്. അല്ലാതെ ഇരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. കൂടുതലും ഞാൻ തന്നെയാണ്. അഡ്മിറ്റ് അല്ലാതെ കീമോ വാർഡുണ്ട്. 2 സെക്ഷനാണ് കേട്ടോ. അഡ്മിഷൻ വാർഡും ഉണ്ട്, അല്ലാതെ കീമോ എടുക്കുന്ന വാർഡും ഉണ്ട്. 2 രീതിയിലുണ്ട്. അപ്പം കീമോ വാർഡിൽ അഡ്മിറ്റ് ആവാതിരുന്ന സമയത്ത് എടുത്താലും ശരി തന്നെ, അല്ലാതെ എടുത്താലും ശരി തന്നെയാണ്. മെല്ലെ ഈ ഒരു കീമോ നമ്മുടെ ശരീരത്തേക്ക് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ തലയൊക്കെ ഒരു തരം പെരുപ്പാണ് കേട്ടോ, പെരുപ്പ്. അത് രേണുസുതി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കീമോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലാതെ ഇത് മറ്റു അസുഖങ്ങളൊന്നുമല്ല. അതുകൊണ്ട് ഈ ഒരു വോയിസ് രേണുസുതി കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോൻ്റെ ജീവിതത്തിലെ അനുഭവം സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് അവനെ ശുശ്രൂഷിച്ച ഒരാളായി നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത്. ഇത് കീമോയുടെ സൈഡ് എഫക്റ്റുകളാണ്, വേറെ ഒന്നുമല്ല. ഇതുകൊണ്ട് നമ്മുടെ ജീവന് ഒരു അപകടവും സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇൻഫെക്ഷൻ ആവാതെ നോക്കുക. പുറത്തുള്ള ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക. ചേച്ചിയാണ് നോക്കുന്നതെങ്കിൽ ചേച്ചിയുമായിട്ട് മാത്രമേ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ കൂടി തന്നെ നിങ്ങൾ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക.
ചേച്ചിയെ കൊണ്ട് സംസാരിക്കാൻ നോക്കുക. നിങ്ങൾ അടുത്തിരുന്നോട്ടെ, ചേച്ചിയാണല്ലോ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ചേച്ചിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് നിങ്ങൾ കുറച്ച് ദിവസങ്ങളിലേക്ക് അധികം സംസാരിക്കാതെ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും നിങ്ങളെ ചാനലിൽ കൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, ചേച്ചിയെ കൊണ്ട് സംസാരിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട. ഇത് കീമോയുമായി ബന്ധപ്പെട്ട സൈഡ് എഫക്റ്റുകളാണ്. ഛർദ്ദൽ, ക്ഷീണം, തലച്ചുറ്റ്, തലപ്പെരുപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം എൻ്റെ മോനും അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ രേണുസുതി അത് പൂർണ്ണ മനസ്സുകൊണ്ട് പറഞ്ഞതാണോ എന്തോ എനിക്കറിയില്ല. എന്തായാലും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ദൈവത്തോട് കൂടുതലായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്ന അത്രയും നല്ലതാണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്കിഷ്ടപ്പെട്ടു. സുശേഷമാണെങ്കിൽ സുശേഷം ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ജോബിൻ്റെ കാര്യം, അതൊന്നിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത്. മാനേജറുമായിട്ട് സംസാരിച്ചു, ഒത്തിരി പ്രോഗ്രാമൊക്കെ പിടിച്ചു വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. അതിലൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാനേജറിനും കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നല്ലത് മാത്രം അവരോട് പറയുക. ആഗ്രഹങ്ങൾ ഒരുപാടങ്ങ് മനസ്സിലേക്ക് കയറ്റി കൊടുക്കാതിരിക്കുക. കീമോ എടുക്കുമ്പോൾ രേണുസുതി നല്ല ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ ഒത്തിരി വാരിക്കോരി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ടെൻഷൻ തലയിൽ ബാധിക്കും. അത് എനിക്കറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് അവർ ചിലപ്പോൾ മൈൻഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഈ ഓർമ്മകൾ നഷ്ടപ്പെടുന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കാതെ സന്തോഷിപ്പിക്കുക. ആഗ്രഹങ്ങളല്ല കൊടുക്കേണ്ട, നിങ്ങളെ കൊണ്ട് എത്രമാത്രം ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രയും മാത്രം. ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ ശുശ്രൂഷിക്കില്ലേ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 2-3 മാസമായ കുട്ടികളെ നമ്മളെടുത്ത് താലോല മഴ കാണിക്കുകയും ചെല്ലം കൊഞ്ചലായിട്ടൊക്കെ സംസാരിക്കും. അതുപോലെയൊക്കെ ഒത്തിരി സന്തോഷിപ്പിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അളവിൽ അവരെ സന്തോഷിപ്പിക്കുക. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള എന്ന് പറഞ്ഞിട്ട് കുറേ ഞാൻ പ്രോഗ്രാമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്കൊക്കെ കൊണ്ടുപോകണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അവരെ മനസ്സിലേക്ക് കുത്തിക്കയറ്റാതിരിക്കുക. അത് അവർ ഈ കീമോ എടുക്കുന്ന സമയത്ത് കുറച്ച് ഡള്ളായി പോകുമ്പോൾ അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിനകത്തൊരു ഏങ്ങലുണ്ടാവും. അത് തലയെ ബാധിക്കും. ഓക്കെ, ഞാൻ പറയുന്ന വീഡിയോസ് നിങ്ങളുടെ ചെവിയിൽ എത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും കുറച്ചെങ്കിലും കേൾക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറുമായിട്ട് സംസാരിക്കുക. അവർ ഇത് തന്നെയായിരിക്കും നിങ്ങളോട് പറയുക. പക്ഷേ എന്നെക്കാളും കുറച്ചും കൂടെ അവർ വ്യക്തതയാക്കി തരും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ അവരോട് നിങ്ങൾ നല്ല വാക്കുകൾ സംസാരിക്കുക. ഈ സായി കൃഷ്ണ വന്ന് നല്ല അവർക്ക് കൊടുത്തൂടെ ഇവർക്ക് കൊടുത്തൂടെ പറയുന്നു, മക്കളെ വീണ്ടും കുറ്റം പറയും. എന്തിനാ അമ്മ അതൊക്കെ പറയാൻ പോണേ നിങ്ങൾ അവരോട്? അവർ കേൾക്കുന്നില്ലെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്കുക. ഇപ്പം മോളോട് അത്രയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടിയത് അമ്മയ്ക്ക്? അവൾ കുറച്ചുകൂടെ ടെൻഷൻ അടിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വേടുകൾ അമ്മ ഒന്ന് കുറയ്ക്കാൻ നോക്കുക. രേണുസുതിയുടെ അമ്മയോടാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ നോക്കുക. പിന്നെ സന്തോഷിപ്പിക്കുക. അത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെറുതായിട്ട് വളരെ ചുരുക്കിയാണ് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ അംഗീകരിക്കുക. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് രേണുസുതി വിഷമിക്കേണ്ട, ഇത് കീമോ സൈഡ് എഫക്റ്റുകളാണ്, വേറെ ഒന്നുമല്ല. രേണുസുതി ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എണീക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് എണീറ്റവർ ഒരുപാട് പേരുണ്ട്. അതിലൊരു സാക്ഷിയാണ് ഞാനും. അപ്പോൾ എൻ്റെ മോന് ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ല, ഇല്ല ഇനി ഒരിക്കലും അവൻ്റെ ശരീരം മെച്ചപ്പെട്ട് വരില്ല എന്നൊക്കെ വിചാരിച്ച ഒരാളാണ് ഞാൻ. ഇനി എൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് വിചാരിച്ചിടത്തിൽ നിന്നാണ് ഞാൻ കുറേച്ചായിട്ട് ഞാൻ പണം കൊണ്ടല്ല കേട്ടോ, അല്ലാതെ എൻ്റെ മോൻ്റെ ജീവിതം കൊണ്ട്, പണം കൊണ്ട് ഞാൻ ഇന്ന് വട്ടപൂജ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് തന്നെ പോവുക. വിശ്വാസം കൈവിടാതെ ഉറപ്പിച്ച് പിടിക്കുക, മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ് ചെയ്യാനും മറക്കരുത്.
ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.